മലയാണ്. ആ മലയോര മേഖലയാണ്. ഈ തൊട്ടുകിടക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ കുന്നും പ്രദേശങ്ങളാണ്. ഇതൊരു താഴ്വാരം പോലെ കിടക്കുകയാണ്. അപ്പോൾ ഒരു തീരദേശം പുഴയോട് ചേർന്നിരിക്കുന്ന ഭാഗമുണ്ട്. ഇങ്ങനെ ഒരു 2-3 തരത്തിലാണ് ഈ പഞ്ചായത്ത് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഉരുൾപൊട്ടലൊക്കെ നടന്ന പഞ്ചായത്താണിത്. ഈ ഭാഗത്ത് ഈ മുണ്ടിയോടെന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ വലിയ തോതിലുള്ള ഉരുൾപൊട്ടലായിരുന്നു. അപ്പോൾ ഈ എല്ലാ വർഷവും ഞങ്ങൾ ഈ കാലവർഷത്തിന്റെ സമയത്ത് അവിടുന്ന് ആളുകൾ മാറ്റി താമസിപ്പിക്കാറുണ്ട്. കാരണം ആ ഭീതി നിലനിൽക്കുന്നുണ്ട്. അപ്പം പൊതുവേ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ, വർഷകാലം ആരംഭിക്കുമ്പോൾ ഭീതിയിലാണ് ജനങ്ങൾ. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്ന നിലയിലുള്ളൊരു പഠനമാണ് നടക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ ഈ വർഷകാലം ആകുമ്പോഴത്തേക്ക് ആളുകൾക്കൊരു ഭയമാണല്ലേ, ഈ മലയോര മേഖലയിൽ, പ്രത്യേകിച്ചും വയനാട് കഴിയുന്നു, ഇടുക്കിയിലുണ്ടാവും. ഇവിടെ ഈ മലയോര മേഖലകൾ മൊത്തത്തിലൊരു പ്രതിസന്ധി നേരിടുന്നു. കുറ്റ്യാടി കൊരണയുടെ താഴ്ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ വരുന്നത്. നേരെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ഇവിടെ ഉരുൾപൊട്ടലൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നലെയും ഞാൻ നടന്ന ഈ സംഭവത്തിൽ വീടുകാരോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ ആശങ്കയിൽ തന്നെയാണ്. കാരണം തുടർചലനം വരുമോ, ഇന്നലെ രാത്രി ഉറങ്ങിയത് എങ്ങനെയാന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. കാരണം വെച്ചാൽ അത്ര പോലും ഇനി ഇത് വരുമോ ഇല്ലയോ എന്നുള്ള പേടിയിലാണ്. ആ ഭീതി അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് പറഞ്ഞതുപോലെ ജിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് വന്ന് നല്ലൊരു പഠനം നടത്തി ഇതിനുള്ളൊരു പരിഹാരം, ഈ ഭീതി അകറ്റാനുള്ള ഒരു പരിഹാരം കൂടി നടത്തണമെന്നാണ് പറയുന്നത്. ശൈത്യ തന്നെ ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 100-നടുത്ത് വീടുകളിലാണ് ഇന്നലെ ഈ പ്രകമ്പനം അനുഭവപ്പെട്ടത്. സെക്കൻഡുകൾ മാത്രമാണ് ഈ ചലനത്തിന്റെ ഒരു വ്യാപ്തി ഉണ്ടായിരുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ ഭൂചലനം ആയിരുന്നു, അല്ലെങ്കിൽ എത്ര രേഖപ്പെടുത്തിയ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, എന്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം ഇനിയും ലഭ്യമായിട്ടില്ല. വൈകാതെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ ഈ ജനപ്രതിനിധികൾ അടക്കം പറയുന്ന പോലെ ഭൂമിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഈ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കം കേൾക്കുക, ഉരുൾപൊട്ടലുണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അടിസ്ഥാനമുള്ളതാണ്. അവർക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് കേവലം ജിയോളജിസ്റ്റുകൾ വന്ന് ഉള്ളൊരു സന്ദർശനത്തിനപ്പുറം വളരെ വിശദമായി ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ദൌർബല്യങ്ങൾ പഠിക്കണം എന്ന ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സജിത്ത്. യെസ്, അനീഷ് സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. എന്തായാലും പ്രദേശവാസികൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അടുപ്പിച്ച് ഭൂചലനം, ഭൂമി പ്രകമ്പനമുണ്ടായപ്പോൾ അവർ വളരെ വലിയ ആശങ്കയിലാണ് എന്ന കാര്യമാണ് അവർ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശോധന ഉണ്ടാകുമെന്ന് സർക്കാർ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു. ഇ കെ വിജയൻ MLA ഉറപ്പ് നൽകുന്നു. അവിടെ ജിയോളജിസ്റ്റുകളുടെ അടക്കമുള്ള പഠനമുണ്ടാവും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന ഉറപ്പ് ജനപ്രതിനിധികളും പങ്കുവയ്ക്കും. പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത്. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് മിനിയാന്ന് രാത്രി ഉണ്ടായി, ഇന്നലെ രാത്രി ഉണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല പരിശോധന നടക്കണം. ഒരു പ്രാഥമിക പരിശോധന ഇപ്പോൾ ജിയോളജിസ്റ്റ് വന്നതിന് ശേഷം ജില്ലാ ഭരണകൂടത്തിന് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠന സംഘത്തെ ഇവിടെ അയക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വലിയൊരു ആശങ്കയ്ക്ക് വക നൽകുന്നതല്ല, പക്ഷേ എന്നാലും ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ജില്ലയിലെ ഇത്രയേറെ സാഹചര്യങ്ങൾ ഉണ്ടായ അനുഭവത്തിൽ നമുക്ക് ഒരു പരിശോധന അനിവാര്യമാണ്. അതാണ് MLAയുടെ വാക്കുകൾ. എന്തായാലും ഇക്കാര്യത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് MLA ഉറപ്പ് നൽകുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഒരു കാര്യം നമുക്ക് ഇതൊന്നുകൂടി ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് വരാനിരിക്കുന്ന ഒരു മൺസൂൺ കാലഘട്ടമാണ്. ശക്തമായ മഴ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഏറെ ആശങ്കയും ജാഗ്രതയും വേണ്ട ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രകമ്പനം പോലെയുള്ള ആശങ്ക ജനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടി വരുന്നത്. എന്താണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട്? ഒപ്പം ഈ ജിയോളജിസ്റ്റുകൾ അടക്കമുള്ള പരിശോധന എപ്പോൾ നടക്കും അവിടെ? സജിത്ത്, അത് തന്നെയാണ് നമ്മൾ ഈ കേവലം ഒരു ചലനമെന്ന് കരുതി ഇതിനെ ഒഴിവാക്കാൻ പറ്റാതെ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം മലയോര മേഖലകൾ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുന്ന, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ നിത്യേന എന്നവണ്ണം നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിരവധി ജീവനുകളാണ് അപഹരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭൂമിക്കുള്ളിലോ പുറത്തൊക്കെ ഉണ്ടാവുന്ന ചെറു ചലനങ്ങളെ പോലും അവഗണിക്കാൻ കഴിയാത്ത വിധം ഒരു ഭീതിജനകമായ സാഹചര്യത്തിലേക്ക് മലയോര മേഖലകൾ മാറുകയാണ്. ഈ കുറ്റ്യാടിച്ചുരത്തിന് താഴേക്കുള്ള മേഖലകൾ, ഒരു ഭാഗത്ത് വനമേഖല, അല്ലെ വനമേഖല, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗൗരവമായി കാണണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത്. നമുക്ക് ആളുകളിലേക്ക് തന്നെ പോകാം. ഒരു വലിയ അപകട മേഖലയായി മാറിയിട്ടുണ്ട് ഈ മലയോര മേഖലകൾ. അത് മാത്രമല്ല, നേരത്തെ ചുഴലിക്കാറ്റ്, അതുപോലെ തന്നെ ഇടിമിന്നല്, ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയുന്നില്ല. കാരണം ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഭൂചലനം അത് ഇന്നലെയും ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നേരത്തെ പലപ്പോഴായിട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട രീതിയിലുള്ളൊരു പഠനമോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ഇനിയെങ്കിലും നല്ലൊരു പഠനം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ടുള്ള ഒരു പഠനം കൂടിയും വളരെ പെട്ടെന്ന് നടത്തണമെന്നാണ് കോൺഗ്രസിന് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്. ഈ ഒരു മേഖല, ഈ പ്രദേശം ഇതിന്റെ ഒരു വശമാണ് വിലങ്ങാടൊക്കെ നിൽക്കുന്നത്. അവിടെയൊക്കെ വലിയ ദുരന്തമാണ് കഴിഞ്ഞത്. പ്രത്യേകിച്ചും വിലങ്ങാട് ഈ ഭാഗങ്ങൾ പ്രത്യേക പാക്കേജ് വെച്ചേ പറ്റൂ. കാരണം ജനങ്ങൾ വീതിയിലാണ്. ഏത് സമയത്തും ഒരുപക്ഷെ ഇപ്പം വീടും മഴ വരാൻ പോകുന്നു. ഏത് സമയത്തും ഇത് ഇവിടെ ഒരു ഉരുളുപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത് നേരത്തെ ഈ മരുന്ന് കായക്കൊടി പഞ്ചായത്തിൽ പല ഭാഗങ്ങളും ഉണ്ടായിട്ട് ഇതിവിടെ മാത്രമല്ല, ഇപ്പം നാട്ടുകാർ പറയുന്ന ചുറ്റും പലയിടത്തും ഉണ്ടെന്ന ഇവിടെ നമ്മൾ കേന്ദ്രീകരിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്നിട്ട് പോലും വേണ്ട രീതിയിൽ അധികൃതർ വേണ്ട രീതിയിൽ എടുത്തിട്ടില്ല. കാരണം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിലൂടെ എത്തിയിട്ടില്ല. മെനഞ്ഞാന്നാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈവ് കാണുമ്പോൾ പോലും ഇവരോട് എത്തിയിട്ടില്ല. അപ്പോൾ വളരെ രീതിയിൽ അനാസ്ഥ അങ്ങേ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് വേണ്ട ശ്രദ്ധപ്പെടുത്തണം. ഇവിടെ MLA ഒക്കെ വന്ന് പോയി, പക്ഷെ വേണ്ട രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഏതായാലും നിമിഷം കുറച്ച് മുമ്പ് MP വിളിച്ചിരുന്നു. MP ഇവിടെ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ കാര്യം നടക്കുന്നത്. പക്ഷെ വളരെ അപകട മേഖലയാണ്. ഇവിടെ ജനങ്ങൾ ഭീതിയിലാണ്. അതെന്തായിരുന്നാലും വേണ്ട രീതിയിൽ ഒരു പ്രത്യേക പാക്കേജ് എടുത്ത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഈ നാടിനെ മോചിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ തോന്നലെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ലല്ലേ? കാരണം ആദ്യത്തെ ദിവസം ഉണ്ടാവുന്നു, പിറ്റേ ദിവസം ഉണ്ടാവുന്നു. അതെ, തുടർച്ചയായി ഇപ്പം 2ാം ദിവസമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരിക്കലും ഒരു തോന്നലല്ല. ഇപ്പം ഈ വിലങ്ങാട് വിടുന്ന അടുത്ത പ്രദേശമാണ്. ഇപ്പം പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഇതിന്റെ ദുരിതത്തിന്റെ ഞെട്ടിൽ നിന്ന് ജനങ്ങൾ മോചിതരായിട്ടില്ല. അപ്പോൾ ഈ തുടർ പ്രദേശത്തെല്ലാം ഇതുപോലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഭീതി ജനങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പഠനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജിയോളജിസ്റ്റൊക്കെ അല്പസമയത്തിന് വരും. ആദ്യത്തെ ദിവസം ഉണ്ടായപ്പോൾ വലിയ കാര്യമായി പരിഗണിച്ചില്ല. 2ാം ദിവസം ആവർത്തിച്ചപ്പോഴാണ് ഒരു അനക്കം വന്നത്. അതെ 2 ദിവസങ്ങളിലായതും വലിയൊരു ശബ്ദത്തോടു കൂടി തന്നെയാണ് ജനങ്ങളിത് കേട്ടത്. അപ്പോൾ ഒരു വൈബ്രേഷൻ പോലെ ഈ ചെയറുകളും അതുപോലെ പാത്രങ്ങളൊക്കെ കുലുങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളൊരു ഇടിമുഴക്കം പോലെയാണ് ശബ്ദം കേട്ടത്. പിന്നെ മഴയും വേറെ ഇടിമിന്നലോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ പ്രദേശം മൊത്തം ഒരു പ്രകൃതി ദുരന്തം വിലങ്ങാട് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോന്ന് കൂടി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും വന്നതായി കണ്ടിട്ടില്ല. ഇപ്പോൾ MLA വന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ എത്തുന്ന അറിയാൻ കഴിഞ്ഞത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ള സമയമല്ലായിരുന്നു, ഇടിമിന്നലോ മഴയോ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല ഈ സമയത്താണ് പ്രകൃതിയിലെ മഴേന്റെ ഒരു സൂചന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. രാത്രി ഒരു 7:30-8 മണിയുടെ ഉള്ളിലാണ് സംഭവം നടന്നിട്ടുള്ളത്. 2 ദിവസം ഒരേ ടൈമിന് തന്നെയാണ് നടന്നിട്ടുള്ളത്. വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു പേടിയിലേക്ക് വന്നു. ഇനി അടുത്ത തവണ ഇതുപോലെ ആണോ മുഴങ്ങുക, അത് കുറച്ചുകൂടെ ശക്തിയോടെയാണോ? അതെ ഇന്നലെ രാത്രി മെസ്സേജ് അയക്കുന്ന സമയത്ത് രാവിലെ നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അത്രയും രീതിയിലാണ് ജനങ്ങൾ ഇവിടെ 2 ദിവസമായിട്ട് കഴിഞ്ഞു കൂടുന്നത്. നിങ്ങൾക്ക്